2 ദിവസം മുന്നേ നമ്മൾ കലങ്ങളൊക്കെ തേച്ച് കഴുകുന്ന അലൂമിനിയം കലങ്ങളൊക്കെ തേച്ച് കഴുകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സോപ്പ് ഉപയോഗിച്ചിട്ടാണ് പാത്രങ്ങൾ തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ളൊരു ചെമ്പുണ്ട് കേട്ടോ. ഇത് മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒലിക്കുന്ന ആ ഒരു ഭാഗത്ത് പാത്തീൻ്റെ ഒക്കെ ചുവട്ടിൽ വെള്ളം വീഴുന്ന സമയത്ത് അതിന് ചുവട്ടിൽ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് കാലമായി ഇതിങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകുന്നല്ലാണ്ട് നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചളിയും ഒക്കെ പറ്റി പിടിച്ചങ്ങാണ്ട് നല്ലതുപോലെ അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുറത്തിങ്ങനെ വെള്ളം വീഴുന്ന സ്ഥലത്ത് വെക്കാറുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് തേച്ച് കഴുകാം. അപ്പോൾ ആ ഒരു സോപ്പ് ഏതാണെന്ന് ചോദിച്ചവർക്ക് അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ചെമ്പൊന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ കുളി സോപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരച്ചാലൊന്നും നന്നായിട്ട് ബലം പ്രയോഗിച്ച് ഉരച്ചാൽ പോലും ഇത് ഒരുപാട് സമയം കഴിയാതെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ കുളി സോപ്പ് വെച്ചിട്ട് ഒരുപാട് പ്രസ് ചെയ്യാണ്ട് ഈ ഒരു സ്റ്റീൽ ചകിരി കുളി സോപ്പും കൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുകയാണ്. അതും നമ്മളെ കൈയൊന്നും വേദനിക്കൊന്നും ചെയ്യൂല കേട്ടോ. ഒരുപാട് ബലം പിടിക്കൊന്നും വേണ്ട. കുറച്ച് സോപ്പ് ഞാനിതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ഉരച്ച് കൊടുക്കുകയാണ്. ആ നല്ലതുപോലെ ചളിയായിട്ടും അതുപോലെ തന്നെ കുറേ ആയിട്ട് മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു കാലം. കാരണം മഴക്കാലം ആകുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഇത് പാത്തീൻ്റെ ചുവട്ടിൽ വെള്ളം വീഴുന്ന അവിടെ വെക്കലാണ്. അതുകൊണ്ട് തന്നെ ഇത് വേറൊന്നിനും എടുക്കാറില്ല. പിന്നെ നമ്മൾ അലക്കുന്ന സമയത്ത് പുതപ്പൊക്കെ അലക്കാനുണ്ടെങ്കിൽ അത് ഇതിലിട്ട് വെച്ച് അലക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാമെന്നല്ലാണ്ട് വേറൊരാവശ്യത്തിന് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ആ ഒരു സോപ്പ് വെച്ചിട്ട് കണ്ടില്ലേ, വളരെ സ്മൂത്തായിട്ടാണ് ഞാൻ തേച്ച് കഴുകുന്നത്. ആ സോപ്പ് തട്ടുമ്പോൾ തന്നെ കണ്ടില്ല ആ ഒരു ചളിയും കറയും ഒക്കെ തന്നെ ഇങ്ങനെ ഇതായി റിമൂവായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ സോപ്പ് തട്ടുമ്പോൾ തന്നെ ചകിരി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരക്കുമ്പോൾ തന്നെ ചളിയും എല്ലാം തന്നെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ആ വീഡിയോയിൽ വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ കുറേ ബാഡ് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്ത സമയത്താണ് ജസ്റ്റ് ഒന്ന് മ്യൂസിക് ഇട്ടിട്ട് വോയിസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റീപ്ലൈ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കാം. നമുക്ക് റംസാനിലൊക്കെ ഒരു ഡീപ്പ് ക്ലീനിങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തായാലും നമ്മൾ എടുത്ത് വെച്ച പാത്രങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ കാണാനും നല്ല വൃത്തിയുണ്ടാവും. നല്ലൊരു കളർ, നല്ല വെട്ടി തിളങ്ങുന്ന പോലെ അലൂമിനിയം പാത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് അതിങ്ങനെ അടുക്കടുക്കായിട്ട് വെക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശമൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടതാണല്ലോ. അടിവശമൊക്കെ നന്നായിട്ട് എന്താ പറയുക, ശരിക്കും കറയും ചളിയും എല്ലാം പറ്റി പിടിച്ചിട്ട് ആ ഒരു രീതിക്കാണ് ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞെളുങ്ങിയിട്ടുണ്ട് കേട്ടോ ചെമ്പ്. അങ്ങനെ ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ സാധാരണ ഒരു വിമ്മ് സോപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇനി വേറെ എന്ത് സോപ്പ് ഇട്ടിട്ടാണേലും സ്റ്റീൽ ചകിരി വെച്ചിട്ടാണേലും തേച്ച് കഴുകുക ഇത്രയും നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഉറപ്പ് തരാം ഞാൻ. അപ്പോൾ എല്ലാവരും കുളി സോപ്പ് ഇതിന് നമ്മൾ പിന്നെ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണെങ്കിലും ഉള്ളിൽ സോപ്പ് ആ കുളി സോപ്പ് വെച്ച് കഴുകാണ്. പുറം വശത്ത് നിങ്ങളൊന്ന് തേച്ചൊരച്ച് കഴുകി നോക്കൂ. ആ ഒരു കളറ് നന്നായിട്ട് വെട്ടി തിളങ്ങുന്ന രീതിയിൽ കിട്ടുകയും ചെയ്യും. ഒരുപാട് എന്താ പറയുക, കുറേ ദിവസങ്ങൾ ആ കളർ അങ്ങനെ തന്നെ ഉണ്ടാവും. നല്ലൊരു കളറായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ മറക്കരുത്.